പിച്ചക്കാരെക്കാളും കഷ്ടം. ആരാണത്? കള്ളൻ 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 കള്ളൻ! ഓടി വരണേ, രക്ഷിക്കണേ! കള്ളൻ കള്ളൻ കള്ളൻ! ആരോടാ കള്ളൻ? കുടിക്കാൻ ഇല്ലോളം വെള്ളം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ബാഗ് തപ്പി നോക്കിയാണ്. അതിനിടന്ന് അലറണ. എന്റെ ബാഗ് തപ്പുമ്പോ എന്നോട് ചോദിക്കണ്ടേ? ചോദിക്കണമെങ്കിൽ താൻ ബാഗിനെടുത്ത് വന്ന് നിക്കണ്ടേ? അതെ, ഒരു ജോലിക്ക് വേണ്ടി ഒരാളെ പരിചയപ്പെടുത്തി തരാം, അതിന് ഈ പാർക്കിൽ വന്നാ മതി എന്ന് ഒരു നാറി എന്നോട് പറഞ്ഞു. 600 ഏക്കറുള്ള ഈ പറമ്പിൽ രാവിലെ മുതൽ തെണ്ടി നടക്കണിയായി അവനെ തേടി. ചതിച്ചതാ. വിശന്ന് ചാകാറായി. ദാഹം കൊണ്ട് തൊണ്ട വരണ്ടപ്പ അറിയാതെ ഇല്ലോളം ബാഗ് തപ്പിപ്പോയാണ്. അത് ശരി. ഈ കണ്ഠ കൗവ്യനൊക്കെ കണ്ടാൽ വലിയ ഉദ്യോഗസ്ഥനാണെന്നേ തോന്നുന്നു. പണിയൊന്നുമില്ല അല്ലേ? സാറിനെന്തരാണ് പണി? പണി വല്ലതുണ്ടെങ്കിൽ പാർക്കിൽ വന്ന് കിടക്കുവോ? അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? ബൈ ദ ബൈ, എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ജെയിംസ്, തിരുവനന്തപുരം. ഞാൻ മുകുന്ദൻ, ചെമ്മണ്ണൂരാണ്. താങ്ക് യു. അപ്പോ പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ യല്ലറോ? സോറി, അറബി അറിയില്ലല്ലേ? കൂടെ വരാൻ. പച്ച ആപ്പിള് തിന്നാൻ കൊള്ളാം. കിലോ 10 ദിർഹം. നാട്ടിലെ 120 രൂപയുള്ളൂ. വേണ്ടേ? 6 ദിർഹം 50 ഫിൽസ്. നാട്ടിൽ 75 രൂപയുള്ളൂ. പക്ഷെ പാചകം ചെയ്യാൻ സ്ഥലമല്ലല്ലോ. നമുക്ക് ഇതിനേക്കാൾ വില കുറവും വാങ്ങിയ ഉടനെ തിന്നാൻ പറ്റുന്നതായ എന്തേലും സാധനങ്ങളുണ്ടോ നോക്കാം. അയ്യോ, ഇരിക്കണേ, കിട്ടി. 4 എന്റെ കുബൂസ്. ഇത് തൈര്. രണ്ടും കൂടെ 2 ദിർഹം. നാട്ടില് 24 രൂപയുള്ളൂ. ഇതെങ്കിലും ഓക്കെ. നാളെ മുതൽ റംസാൻ നോമ്പ് തുടങ്ങിയാണ്. പിന്നെ പകല് പബ്ലിക്കായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇവിടെ കൊതുക് അധികം ഇല്ലാത്തത് കൊണ്ട് പാർക്കിൽ നല്ല സുഖമായിട്ട് കിടക്കാല്ലേ? കിടക്കാം, പക്ഷെ ഈ വാങ്ങിയ ഭക്ഷണം വേസ്റ്റ് ആവില്ലേ? അതെന്ത്? അവിടെ കിടക്കുമ്പോ പോലീസുകാരെടുത്തോണ്ട് പോകും. പിന്നെയുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവരല്ലേ നോക്കുന്നത്. ഒന്ന് പിടിച്ചേ. അവിടെയാണ് ബില്ലടക്കേണ്ടത്. ചെല്ലു. ദുബായിൽ വരുമ്പം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ഒച്ചയും ബഹളവും അലുമ്പുകളൊന്നും കാണിക്കരുത്. അടുത്ത് VIP താമസിക്കുകയാണ്. പിന്നെ മറന്നു, ഒരു 10 ദിർഹം എടുത്തേ. ഈ ടെറസിൽ കിടക്കാൻ വാച്ച്മാന് ഞാൻ 20 ദിർഹം കൊടുക്കുന്ന താൻ കണ്ടില്ലേ? അതിന്റെ പകുതിയാണ് 10. അയാളോട് സംസാരിക്കുന്നതല്ലാതെ പണം കൊടുക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. എല്ലാരെയും കാണിച്ചുകൊണ്ട് ആരെങ്കിലും കൈക്കൂലി കൊടുക്കൂടോ? 10 ദിർഹം എടുത്തേ. 10 തന്നാ പിന്നെ പച്ചവെള്ളം കുടിക്കാൻ കൂടി പൈസ ഉണ്ടാവില്ല. അതിന് വഴിയുണ്ട്. നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ, പിന്നെ പകലൊന്നും കഴിക്കണ്ടല്ലോ. നോമ്പ് മുസ്ലിംസിനല്ലേ? നോമ്പ് ആരെടുത്താലും പുണ്യം കിട്ടും. അങ്ങനെയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്, കേട്ടാ? നോമ്പ് തുറക്കുമ്പോ എന്ത് കഴിക്കും? വാകീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ചില വഴികളൊക്കെ ഞാനും കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും 2 പച്ചമുളകും ഉണ്ടായിരുന്നെങ്കിൽ ഇത് കഴിക്കാനൊരു സുഖം ഉണ്ടാവുമായിരുന്നു. വിസിറ്റിംഗ് വിസ തീരുന്നതിന് മുമ്പ് ഒരു പണി കിട്ടിയാ മതിയായിരുന്നു. എനിക്കിത് 7ാമത്തെ വിസിറ്റിംഗ് വിസയാ. 6 പ്രാവശ്യം ഞാൻ വിസ ചേഞ്ച് ചെയ്യാൻ ഇറാനിലെ കിഷ് ഐലൻഡിൽ പോയിട്ട് വന്ന്. പിന്നെയാണ് ഇത്. ജെയിംസിന് എന്താ ഇത്രയും കാലമായിട്ടൊരു പണി കിട്ടാഞ്ഞത്? അതിൽ കാര്യമുണ്ട്. ഇന്റർവ്യൂ ചെയ്യണോമാര് എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചെന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവന്മാർക്ക് ആളെ പിടികിട്ടും. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അതെ, നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ ബാങ്ക് വിളിക്കും. അപ്പൊ തന്നെ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ, അതൊക്കെ ഫ്രീയാ, നമുക്കും കഴിക്കാം. അയ്യോ, അതൊക്കെ മോശമല്ലേ? മോശമാണ്. എന്നാ സാറൊരു കാര്യം ചെയ്യും, വല്ല സ്റ്റാർ ഹോട്ടലെങ്ങാനും പോയി കഴിക്കും. കയ്യിലഞ്ച് പൈസയില്ല, വെറുതെ പട്ടിണി ഇടന്ന് ചാകണ്ടെങ്കിൽ വന്ന് കഴിക്കുക. അതെ, ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതെടുത്ത് ഇങ്ങനെ വച്ചാ മതി. അയ്യോ, എന്റെ അതില്ല. കർച്ചീഫ് ഉണ്ടോ? ഉണ്ട്. എന്നാ അതെടുത്ത് തലയിലിട്ടിട്ടോ. ബാങ്ക് വിളി കേട്ടാലുടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊള്ളണം. ഇത് ഒന്ന് മാറി. ഉണ്ടാക്കല്ലേ? ഒന്ന് മാറി.
ഒരു കൈയോടെ ദൈവം തന്നിരുന്നെങ്കിൽ. പിടി എന്തിന്? ഭാര്യയിടാൻ. അയ്യോ അത് ഒന്ന് പെട്ടെന്ന് വാരിയിടാൻ. അതും കൂടെ കട്ട്. കവറ് കൊണ്ടുവന്ന് മോശമായാന്തോ. നാളെ മുതൽ ചാക്ക് എടുക്കൊണ്ട് വരാം. അതെ, ഈ അബ്ബാസ് എന്ന് പറയുന്ന ആള് നാട്ടുകാരനാണോ? അതെ, അടുത്ത സുഹൃത്തുമാണ്. ഓഹോ. ഇത് ഫിഷ് മാർക്കറ്റ് അല്ലേ? ഇവിടെ എന്താ? ഇവിടെ അന്വേഷിച്ച ആളെ പറ്റി അറിയാന്നാ പറഞ്ഞത്. വല്ല ഫിഷ് കമ്പനിയുടെ ഓണറോ മറ്റാണോ? ആയിക്കൂടെന്നില്ല. ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഈ അവസ്ഥയില് അല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. മീനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേ. മുകുന്ദ, നീ എന്താ ഇവിടെ? പാർട്ടിയുടെ വല്ല പരിപാടിയിട്ട് വന്നാണോ? വാ പറയാം. ഇയാൾക്ക് വേറെ വല്ല ബിസിനസ് ഉണ്ടോടെ? പിന്നെ മൂപ്പർക്ക് വൈകിട്ട് ഉണക്കമീന്റെ പണിയുണ്ട്. അത് ശരി. ഇയാളിത് ഇവിടെ പോയി കിടക്കുന്നു. അപ്പോ കുഞ്ഞുണ്ണി ദേഷ്യം തീർത്താണല്ലേ? അറിഞ്ഞൂടാ. മുകുന്ദൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ എത്തിപ്പെടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ജോലി ശരിയാക്കണല്ലേ? ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നതിൽ പറ്റിയ ഒരാൾ മുട്ടിച്ചേരായിരുന്നു. ഏതായാലും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ സബ്ജി മാർക്കറ്റിൽ പോയി നോക്കട്ടെ. ചങ്ങാതിയുടെ സ്ഥിതി നേരിട്ട് കണ്ടല്ലോ, ഇനി പൊയ്ക്കൂടെ? അയാൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ജെയിംസിന് ധൃതി ഉണ്ടെങ്കിൽ പോയിക്കോ. എനിക്ക് ധൃതിയൊന്നുമില്ല. ഇന്നിനിപ്പോ കാര്യമായിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ. പത്രത്തിലെന്താ ഇത്ര വലിയ വിശേഷം? ഇത് കരുണൻ എന്റെ സുഹൃത്താണ്. വരുന്ന തെരഞ്ഞെടുപ്പിന് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. അത് ശരി. നാട്ടിൽ ഇത്രയും വലിയ ബന്ധങ്ങളുള്ള ആളാ ഇവിടെ വന്ന് കുബൂസും തൈര് അടിച്ചോണ്ട് നടക്കണം. കഷ്ടം. സുഹൃത്ത് അവിടെ കിടന്ന് കൈയും കലാശവും ഒക്കെ കാണിക്കുന്നു. അതെ മുകുന്ദ, ആ നിൽക്കുന്ന അറബിയെ കണ്ടില്ലേ? ആള് വലിയൊരു കക്ഷിയാ. ഒരുപാട് കമ്പനികളുള്ള ആളാ. എന്റെ സ്ഥിരം കസ്റ്റമറാ. മൂപ്പര് വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റും. മനുഷ്യപ്പെട്ടുള്ളവനാ. നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യും. ചെല്ലേ, മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ബാസിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ, അവിടെ ആളില്ല. തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ടോ മറ്റേ കാണാം. എന്നാ ശരി. السلام عليكم. وعليكم السلام ورحمة الله. هذا صديق مال عباس. زين زين زين. كم فلوس ابوي؟ 10 انا الشيل. خلي هذا خلي هذا ابوي خلي هذا. ما في مشكلة انا شيل. تعال يلا روح. എന്താ അറബി പറഞ്ഞത്? ഒക്കെ ഞാൻ പറഞ്ഞോളാം. തനിക്ക് അറബി അറിയില്ലല്ലോ. കൂടെ വാ. باكر نسير ماليزيا رجاء بعد الشهر. تعال بالليل بالمكتب. زين لازم تعال اليوم كلهم بيخلص. لازم تعال اليوم بالمكتب كلهم بيخلص. مع السلامة. شكرا. എന്തായി? പുള്ളിക്കാരൻ ഇന്ന് മലേഷ്യക്ക് പോണെന്ന്. ഇനി 1 മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്കൊരു ജോലി തന്നിട്ട് പൊക്കൂടെ 1-2 ദിവസം കഴിഞ്ഞിട്ടേ എന്ന് ഞാൻ ചോദിച്ചു. പുള്ളിക്ക് ഇന്ന് എന്നെ പോണോന്ന് ഒരേ നിർബന്ധം. അതെ, എനിക്കിന്നൊരു അർജന്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴാ ഓർത്തത്. എന്റെ ഒരു കാര്യം, ഞാൻ പോയിട്ട് വരട്ടെ. അബ്ദുള്ള ഭായ് കിധർ ഗയാ? കിതറോ ഗയാ. കുറച്ച് പഞ്ചസാര. ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട്
ഒരു കിലോ പഞ്ചാര അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ. കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേരാ എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കയറ്റാമോ? വേണ്ട, പഞ്ചസാര വേണ്ട. ആ എന്തേത് ഇന്ത്യൻ റുപ്പിയേ? ദർഹം തീർന്നു. നിങ്ങൾ മലയാളിയല്ലേ, നാട്ടിലേക്ക് ഇന്ത്യൻ ഉറുപ്പി അയക്കാലോ. തരികിട കാണിക്കരുത്, മര്യാദക്ക് ദർഹം കൊടുക്ക്. ദർഹം ഇല്ല സുഹൃത്തെ. ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു. ഈ ഇന്ത്യൻ റുപ്പിയക്ക് വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് കച്ചവടം നടത്തണോ? ഈ ഇന്ത്യൻ റുപ്പിയ ഉണ്ടല്ല, ഇന്ത്യയിലെ ഒറ്റ വിമാനത്താവളത്തിൽ പോലും എടുക്കൂല. അത്രക്ക് വില ഒരു സാധനം ഇതേ പിടിച്ചേ. എന്താ പ്രശ്നം? വയറിറച്ച് ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ റുപ്പി ഉള്ളത്ര. സാരില്ല, കാശ് ഞാൻ മാറ്റിത്തരാം. ഇത് ഞാൻ നോക്കിക്കോളാം. നീ പ്ലേറ്റ് ഒക്കെ പോയിട്ട് എടുത്തു വെക്കാൻ നോക്ക്. ആ ടേബിളില്. വലിയ ഉപകാരം. നിങ്ങൾ മലയാളി ആയത് നന്നായി. നോമ്പ് കഴിഞ്ഞപ്പം പള്ളിയിലെ ഭക്ഷണം ഇല്ലാണ്ടായല്ലേ? പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ലാന്ന് മനസ്സിലായി. നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പരിചയപ്പെടാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം. എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തൂല്ലോ. മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാനങ്ങനെ ആലോചിക്കാറില്ല. അല്ല, പണിയൊന്നും ആയില്ലേ? ഇല്ല. എന്ത് പണിയാ അറിയാ? ചായക്കട നടത്തി പരിചയമുണ്ട് നാട്ടില്. ആണോ? ആ. ഇവിടെ രണ്ടാൾക്കാർ ലീവിന് പോയിട്ടുണ്ട്. ഒരുത്തൻ തിരിച്ചു വരുന്ന കാര്യം സംശയ. താല്പര്യാണെങ്കിൽ തൽക്കാലം ഇവിടെ എങ്ങനെ കൂടാ? ഈ സുലൈമാൻ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. അതപ്പം നോക്കാം. ഓ, മകളുടെ ഭർത്താവാ, അതത്ര കാര്യാക്കണ്ട. भाई साहब एक ठंडा कोका कोला दे दो. ജി. ആ കെട്ടുമാറാപ്പ് ഒരു മൂലക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അകത്തോട്ട് കയറിക്കോ. എന്നിട്ട് അയാൾക്ക് ഒരു കൊക്കക്കോല കൊണ്ടുപോയിക്കോട്. കൊക്കക്കോള. അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു, ക്വിറ്റ് ഇന്ത്യ. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. എന്തേ കൊക്കക്കോളം നിങ്ങളെ പിടിച്ച് കടിച്ച? ഞാനത് കൊടുക്കൂല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? എന്നതാ ഡൈനിങ് ഹോളിൽ വാഷ് ബേസിൻ വേണ്ടാത് തന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടില്ലയോ? പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല. എന്നതാ അയ്യോ, കഴിഞ്ഞ ആഴ്ച ഇറക്കി സിമന്റ് താൻ എന്നാ ചെയ്തു? ഒരു കൊല്ലം കൊണ്ട് വീട് തീർത്ത് താക്കോല് തരാന്ന് പറഞ്ഞിട്ടിപ്പം കൊല്ലം 3 എന്നാ കാശല്ലാതെ പുളുങ്കുരാണോടോ ഞാൻ എണ്ണി തരുന്നത്? എടോ കുര്യാക്കോസേ, താൻ എന്നോട് കോൺട്രാക്ടർ കളിച്ചേക്കല്ലേ? വർഗീസേട്ടൻ കോൺട്രാക്ടർ ചീത്ത പറയാൻ ഫോൺ വിളിക്കണ കാശുണ്ടെങ്കിൽ നാട്ടിൽ നല്ലൊരു വീട് പണിയായിരുന്നു. പെര പണിയുന്നോന്റെ ദണ്ണം അത് പണിയുന്നോനെ അറിയത്തുള്ളൂ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിലൊന്ന് ചുരുണ്ടുകൂടി കിടന്നേച്ചും പിറ്റേന്ന് തന്നെ മേലോട്ട് കെട്ടിയെടുത്താലും വേണ്ട കാലായിരുന്നു. റൂമിലെ പുതിയൊരു ആള് കൂടി വരുന്നുണ്ട്. അബ്ദുള്ളൊക്കെ വിളിച്ചു പറഞ്ഞതാ. അപ്പൊ വാടകയുടെ ഷെയർ ഇച്ചിരി കുറയും. ആ കാശുണ്ടെങ്കിൽ നാട്ടിലൊരു ജാതി സിമന്റ് മേടിക്കാം. കുളിമുറി കയറി ഇതുപോലെ പള്ളി നീരാട്ട് നടത്തിയ ആ കാശ് അങ്ങ് പോയി കിട്ടും. ഒരു 100 ലിറ്റർ വെള്ളം വേണം ഈ പൂവാലിന് കുളിക്കാൻ. രാവേ സിബീഷേ, മതിയാക്കടാ. എന്റെ വർഗീസേ, ജലദോഷം കാരണം ഞാനിന്ന് കുളിച്ചിട്ടില്ല. അതും കൂടി ചേർത്ത് സിബീഷ് കുളിച്ചോട്ടെ. ഒന്നിച്ച് താമസിക്കുമ്പോ ഇങ്ങനെ ഇച്ചിക്കണക്ക് പറയരുത്. ഇവന്റെ കാര്യത്തില വിട്ടേള വർഗീസേ. എല്ലാരും എത്തിയോ? എത്തി. എല്ലാം ടിവിയുടെ മുന്നിലാ. എലക്ഷൻ നാട്ടിലാണെങ്കിലും അതിന്റെ പൊരിച്ചില് മുഴുവൻ ഇവിടെ. ഏത് തെണ്ടി ഭരിച്ചാലും സിമന്റിനും കമ്പിക്കും വില ഉറക്കത്തില്ല. പിന്നെ നമുക്കെന്നതാ? നമസ്കാരം. ഏഷ്യാനെറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. പ്രധാന വാർത്തകൾ. നാളെ ബഷീറിന്റെ ബാർബർ ഷാപ്പിൽ നല്ല തിരക്കായിരിക്കും. മീശ പഠിക്കലും മൊട്ടയടിക്കലും എല്ലാം കൂടെ.
മരിച്ചാലും കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ലാന്ന് തീരുമാനിച്ച ചിലരെയൊക്കെ നാളെ മുതൽ മനുഷ്യക്കോലത്തിൽ കാണാം. അതെ, പി കെ നായർ തോറ്റ ഞാൻ എന്റെ കോട്ടൂരി വയ്ക്കുന്ന ബെറ്റ് വെച്ചത് നേരാ. പക്ഷെ കുന്നത്തൂര് ജേക്കബ് തോറ്റാൽ മനുഷ്യരെ വെറുപ്പിക്കണ കവിത എഴുതണ പരിപാടി നിങ്ങളും നിർത്തണം. എങ്കിൽ പിന്നെ പ്രവാസ സാഹിത്യ ലോകം സ്തംഭിച്ചു പോകും. 24 മണിക്കൂറും കയ്യിൽ ബ്യൂട്ടി പാർലറും കൊണ്ട് നടക്കണ നിനക്കേ മനുഷ്യരുടെ വേദന മനസ്സിലാവില്ല. ഇതാ നമ്മുടെ പുതിയ താമസക്കാരൻ മുകുന്ദൻ. ഇത് നമ്പ്യാർ, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ PRO ആണ്. ഇവിടുത്തെ മലയാളികളുടെ ഇടയില് ആളൊരു പ്രമാണിയാണ്. ഹലോ, 1971 മുതല് ഞാൻ ഇവിടെ ഉണ്ട്. അന്ന് കേറിക്കൂടിയതായി ഈ കോട്ടിനുള്ളില്, പിന്നെ ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ല. കോട്ടു നമ്പ്യാരെന്ന് പറഞ്ഞാലേ തിരിച്ചറിയൂ. ഞാൻ പൂക്കുഞ്ഞി, അത് വർഗീസ്. ഹായ്, ഞാൻ സുബീഷ്. ഞാൻ അനന്തൻ. ഞാൻ അബു. ഞാൻ വിശ്വൻ കദളിക്കാട്. വായനാശീലമുണ്ടെങ്കിൽ കേട്ട് കാണും. മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് ആണ്. അവരെ പത്രത്തിൽ നിങ്ങളെ കവിത വരാറില്ലല്ലോ. കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജനകീയ മുന്നണിയുടെ ഷിഹാബുദ്ദീൻ വിജയിച്ചു. സോഷ്യലിസ്റ്റ് മുന്നണിയുടെ പരമ്പരാഗത മണ്ഡലമായ ഇവിടെ അവരുടെ R ഗോപകുമാറിനെയാണ് ഷിഹാബുദ്ദീൻ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് യുവനേതാവ് നജീബ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മാപ്പിള ലീഗിലെ മുഹമ്മദ് ജബ്ബാറിനെ 762 വോട്ടിന് അട്ടിമറിച്ചു. ജനകീയ മുന്നണിയുടെ കുത്തക മണ്ഡലമായ ഇവിടെ ആദ്യമായാണ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് ചെമ്മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ PP കരുണൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ സുധാകരനെ 7304 വോട്ടിന് പരാജയപ്പെട്ടു. സോഷ്യലിസ്റ്റ് മുന്നണിയുടെ പരമ്പരാഗത മണ്ഡലമായ ചെമ്മണ്ണൂരിൽ ആദ്യമായാണ് കരുണൻ മത്സരിച്ചത്. ഞങ്ങളുടെ നിയോജകമണ്ഡല ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നത്. 140 ഫലം പ്രഖ്യാപിച്ചത് 20. പക്ഷേ സോഷ്യലിസ്റ്റ് മുന്നണി ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു. ഹലോ, അതെ, കൊടുക്കാം. ഹലോ ഹലോ, ലാൽ സലാം സഖാവേ. ജയിച്ച വിവരം TV കണ്ടു. ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയല്ലോ. പിന്നെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. TV ചാനൽ, പത്രം എന്നൊക്കെ പറഞ്ഞുള്ള കറക്കം ഇനി വേണ്ട. നിയമസഭ ഇല്ലാത്തപ്പോ ചെമ്മണ്ണൂരിൽ തന്നെ ഉണ്ടാവണം. ഇവിടത്തെ കാര്യങ്ങൾ ഞാനും സഖാക്കളും കൂടി ചെയ്തോളാം. സഖാവ് അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. പിന്നെ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ, ആ ബാങ്കിലെ മാനേജറെ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. കിട്ടിയ കാശ് തോന്നിയ പോലെ ചെലവാക്കാതെ ആ ബാങ്കിലെ കടം കുറെ കൂടി വേഗത്തിൽ അടച്ചു തീർക്കാൻ നോക്ക്. കിട്ടുന്ന കാശിന്റെ തോന്നിയ പോലെ ചെലവാക്കുന്നതിന്റെ കാര്യം ഞാനിപ്പോ പറയുന്നില്ല. എന്റെ കാർഡ് തീരാറായി. എല്ലാ സഖാക്കളോടും എന്റെ അന്വേഷണം പറയൂ. ശരി. രൂപാമൂന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ. അവിടെ പോയപ്പോ ഒക്കെ മറന്നു. ബാങ്കിലെ കടം മറന്നു, നാട് മറന്നു, പാർട്ടീനെ സഖാക്കളെ ഒക്കെ മറന്നു. ദുബായിലിപ്പോ കാശും പൊന്നും വാരിക്കൂട്ടുന്ന തിരക്കില്ലല്ലേ. ഒരു സ്ട്രോങ് സുലൈമാനി. അതങ്ങോട്ട് വേഗം കൊടുക്ക്. നീ എന്താ ഇവിടെ? അബ്ബാസോ, എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി. ഇവിടെയോ? അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ? ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ. അയാൾ പിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവാണ്, 5-6 മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസിനോട് പറഞ്ഞത്. ജെയിംസ് അല്ലേ അയാളോട് സംസാരിച്ചത്. എനിക്ക് അറബി അറിയില്ലല്ലോ. നിന്റെ ആൾക്ക് ജോലി കൊടുത്തുന്നാണല്ലോ പിന്നീട് കണ്ടപ്പോ അറബിനോട് പറഞ്ഞത്. अस्सलामुअलैकुम बोस, अना अब्बास देरा, कैफ हालक? इंत आते शुगिल अदात यौम शादिक माली हूँ मौजूद मिनाक? ओके शुक्रन, മാസലാം. എന്താ സംഭവം? ആ ജോലി ആണുങ്ങളും കൊണ്ടുപോയി. അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു ഇത്തിക്കണ്ണി, അവനിപ്പോ ആ കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫാ. ആര്? ജെയിംസോ?
ചെമ്മന്നൂർ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുകുന്ദനെ ഓർക്കുമ്പോ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു. നാട് കാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാശിയും തന്റെയൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക്? എന്താ നിനക്ക് പറ്റിയത്? സഖാവ് സൊസൈറ്റി ഗോപാലേട്ടൻ കാശ് തിരിമറി നടത്തിയെന്ന ഒരു കഥയുണ്ടാവുക, ആ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങിട്ട് ബാധ്യതയും ഏറ്റെടുത്ത് ദുബായിക്ക് ഇങ്ങോട്ട് കയറിപ്പോരുക. ഗോപാലേട്ടൻ തെറ്റുപറ്റിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ട് സ്വന്തം മോനത് വിശ്വസിച്ചു. വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷെ തെളിവുകളൊക്കെ. തെളിവ് എന്നിട്ട് എന്തുണ്ടായി? നീ ഇരിക്കേണ്ട സ്ഥാനത്ത് കരണം കയറി MLA ആയി. എനിക്ക് MLA മന്ത്രിയൊന്നും ആവണ്ട. ഞാനും അച്ഛനും ഒന്നും പാർട്ടി പ്രവർത്തിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. പക്ഷേ അർഹതയില്ലാത്തവർ സ്ഥാനത്ത് വരുന്നത് തടയേണ്ടതും പാർട്ടിയോടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തകന്റെ കടമയാണ്. ഒരു ആരോപണം ഉണ്ടായാലുടനെ രാജിവെക്കാനും ലീവ് എടുത്തു മുങ്ങാനും നീ ആരാ? AK ആന്റണി?